വെൽക്കംസ് ടു അമ്മീസ് മാം. 7th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്. നമുക്ക് വായിക്കാം. റീഡ് ആൻഡ് എൻജോയ്. യു ഹാവ് നോട്ടീസ്ഡ് ദ ഹാപ്പിനെസ് ഓഫ് ദ ബോയ് വെൻ ഹി വാസ് ഓൺ ദ ലാപ്പ് ഓഫ് നാച്ചോ. ഹാവൻറ്റ് യു? ഓഫ് കോഴ്സ്, നാച്ചോ മേക്സ് എവറി വൺ ഹാപ്പി. ഹിയർ ഈസ് എ പോയം ഓൺ നാച്ചോസ് പ്ലെൻറ്റി. എൻജോയ് റീഡിങ് ഇറ്റ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചു എന്തായിരുന്നു, ആ നദി, ആ റിവറിനെ കാണാനായിട്ട് ആ കുട്ടി ഒരുപാട് മലകളും കുന്നുകളൊക്കെ കയറി ഇറങ്ങി പോയത്. അപ്പോൾ അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കാത്തതായിട്ട് ആരുമില്ല ലോകത്ത്. അപ്പോൾ പ്രകൃതിയെ സന്ദർശിക്കുക, അതുപോലെ അതിനുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണ്. അതുപോലെ ഒരു പോയമാണ് താഴെ തന്നിരിക്കുന്നത്. അത് എഴുതിയ ആൾ വില്യം ബ്ലെയ്ക്കാണ്. ആളെ പഠിച്ചിട്ട് ആ ഒരു ബോക്സിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ദ എക്കോയിങ് ഗ്രീൻ വായിക്കാം. The sun does arise and make happy the skies. സൂര്യൻ ഉദിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് നമ്മളെ ഓരോരുത്തരും സന്തോഷിപ്പിക്കുന്നു. The merry bells ring to welcome the spring. മെറി എന്ന് പറഞ്ഞാൽ സന്തോഷം, ബെൽസ് എന്ന് പറയുമ്പോൾ മണി. അപ്പോൾ സന്തോഷത്തിൻ്റെ മണിമുഴക്കങ്ങൾ കേൾക്കുകയാണ്. എപ്പോൾ? വസന്തകാലത്തിൻ്റെ, സ്പ്രിങ്, ടു വെൽക്കം ദ സ്പ്രിങ്, വസന്തകാലത്തിൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സന്തോഷത്തിൻ്റെ മണികൾ മുഴങ്ങുകയാണ്. ഇനി അടുത്ത ലൈൻസ് നോക്കാം. ദ സ്കൈലാർക്ക് ആൻഡ് ത്രഷ്. സ്കൈലാർക്ക്, ത്രഷ് എന്ന് പറയുന്നത് രണ്ട് പക്ഷികളാണ്. സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ വാനമ്പാടി, അതുപോലെ തന്നെ ഒരു പക്ഷിയാണ് ത്രഷ്. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ് സിംഗ് ലൗഡർ അറൗണ്ട് ടു ദ ബെൽസ് ചിയർഫുൾ സൗണ്ട്. അപ്പോൾ എന്താണ്, ഇതുപോലെ തന്നെ ഈ മണിമുഴക്കങ്ങൾ കേൾക്കുന്ന പോലെ തന്നെ വസന്തകാലമായ ബേർഡ്സിനും ഒരുപാട് സന്തോഷം വരും. കാരണം എന്താ അറിയാം, നല്ല നല്ല പൂക്കൾ വിരിയുമ്പോൾ നന്നായിട്ട് അവർക്ക് തേൻ കുടിക്കാൻ പറ്റും. സന്തോഷത്തിൻ്റെ ഒരു നാളുകളാണ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഒരുപാട് ഉറക്കെ, ലൗഡർ എന്ന് പറയുമ്പോൾ ഉറക്കെ അവർ പാട്ടുപാടി. വൈൽ അവർ സ്പോർട്സ് ഷാൽ ബി സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. അപ്പം നമ്മുടെ സ്പോർട്സ്, നമ്മുടെ കളികളും ഈ ഒരു ഗ്രീൻ, എക്കോയിങ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രകൃതിയിൽ കണ്ടു. എക്കോയിങ് ഗ്രീൻ, ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രകൃതിയെ സൂചിപ്പിക്കുകയാണത്, പച്ചപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു വസന്തകാലമായിട്ട് എന്തൊക്കെയാണ് കേട്ടത്? സന്തോഷത്തിൻ്റെ മണിമുഴക്കങ്ങൾ നമ്മൾ കേട്ടു, ബേർഡ്സിൻ്റെ ശബ്ദങ്ങൾ, ഉറക്കെ അവർ പാട്ട് പാടുന്നു കേട്ടു. അതുപോലെ തന്നെ പിന്നെ എന്താ കണ്ടേ, കുട്ടികൾ പ്രകൃതിയിൽ കളിക്കുന്നത്, സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അവർ കളിക്കുന്നത്, ഉല്ലസിക്കുന്നത് കണ്ടു. ഇനി നമുക്ക് ഈ ലൈൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ എൻഡിങ്ങിലുള്ള വേർഡ്സ് നോക്കുക. എറൈസ്, സ്കൈസ്, റിങ്, സ്പ്രിങ്, ത്രഷ്, ബുഷ്, അറൗണ്ട്, സൗണ്ട്, സീൻ, ഗ്രീൻ. ഇതിലെ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് അത് എൻഡ് ചെയ്യണത്? എൻഡ് ചെയ്യണ ആൾക്കാരെ നമുക്ക് പെയറാക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ പെയറാക്കണ രീതിയിൽ ഞാൻ അവിടെ അങ്ങനെ ഓരോ കളറിൽ സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സൗണ്ട്സ് എൻഡ് ചെയ്യണ റൈമിങ് വേർഡ്സിൽ നമുക്ക് റൈമിങ് സ്കീം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിനെ ഗ്രൂപ്പാക്കണം. ഓരോ വേർഡ്സിനും ചേർന്ന് അതതായിട്ടുള്ള വേർഡ്സ് ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ ABCD അങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എറൈസ്, ഫസ്റ്റ് വേർഡ് ആയതുകൊണ്ട് നമ്മളതിന് എന്നിട്ട് കൊടുത്തു. ഏത് വേർഡായാലും കുഴപ്പമില്ല, ഫസ്റ്റത്തെ വേർഡിന് നമ്മൾ എറൈസ് ഇട്ട് കൊടുത്തു. ഇനി എറൈസ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പോലെ വേറെ ഏതെങ്കിലും വേർഡ്സ് ലൈൻസിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ ലൈൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്കൈസ്, അതും എറൈസ്, സ്കൈസ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ഉച്ചാരണമാണ് ലാസ്റ്റ്. എല്ലാം സ്കൈസ്, റൈസ് എന്ന് പറയുമ്പോൾ എസ്സിൽ അവസാനിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ റൈസിന് ഇട്ട് കൊടുത്ത കാരണം രണ്ടാമത്തതും നമ്മൾ തന്നെ കൊടുത്തു. കാരണം എന്താ, രണ്ടും ഒരേ ഉച്ചാരണമായതുകൊണ്ട്. ഇനി നെക്സ്റ്റ് റിങ് ആണ്. അത് എസ്സിൽ അവസാനിക്കുന്ന വേർഡ്സ് അല്ല, സ്കൈസ്, റൈസ് പോലെയല്ല റിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ആ റിങ്ങിന് പുതിയൊരു വേർഡായതുകൊണ്ട് B എന്നിട്ട് കൊടുത്തു. ഇനി അടുത്ത വേർഡ് നോക്കുക. അടുത്തത് അവസാനിക്കുന്നത് ഏതാ, സ്പ്രിങ്. റിങ്, സ്പ്രിങ്, അത് എങ് എന്നുള്ള ഒരു വാക്കിലാണ് അവസാനിക്കുന്നത്, ഇങ് എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്തിട്ട് കൊടുത്തു, B തന്നെ ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് നോക്കി, ത്രഷ്. അത് ഇതുപോലെയല്ല, Aയും അല്ല B അല്ല, സ്കൈസ്, എറൈസ് എന്ന് പറഞ്ഞ വാക്കിലും അവസാനിക്കുന്നില്ല, അതുപോലെ റിങ്, സ്പ്രിങ് എന്ന് പറഞ്ഞ വാക്കിലും അവസാനിക്കുന്നില്ല. അപ്പോൾ Aയും Bയും അല്ല. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് C എന്ന ലെറ്റർ അതിന് ഇട്ട് കൊടുത്തു. ഇനി ആ ത്രഷിനോട് മാച്ചായിട്ടുള്ള ഏതെങ്കിലും വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കി. തൊട്ട് താഴത്തെ വാക്ക് നമുക്ക് നോക്കി, ബുഷാണ്. ത്രഷ്, ബുഷ്, രണ്ടും അവസാനിക്കുന്നത് ഷ് എന്നുള്ള വാക്കിൽ കാണും. അപ്പം നമ്മൾ അവിടെ ത്രഷിന് C ഇട്ട് കൊടുത്ത കാരണം ആ ഉച്ചാരണത്തിൽ വരുന്ന വേർഡിന് തൊട്ട് താഴെ നമ്മൾ C ഇട്ട് കൊടുത്തു. ഇനി വേറെ എവിടെയെങ്കിലാണ് ആ വാക്കുകൾ വരണമെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കും C. ഇനി അതുപോലെ അടുത്ത വേർഡ് നോക്കി, അടുത്ത ലൈനിലെ ലാസ്റ്റ് വേർഡ് നോക്കിയപ്പോൾ എറൗണ്ട്. അത് ബുഷ്, ത്രഷ് എന്ന് പറഞ്ഞ പോലെയല്ല, അപ്പോൾ C എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്പ്രിങ്, റിങ് എന്ന് പറഞ്ഞ പോലെയല്ല, അപ്പോൾ B എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്കൈസ്, എറൈസ് എന്ന് പറഞ്ഞ പോലെ എസ്സിലും അവസാനിക്കുന്നില്ല, ആ ഒരു ഉച്ചാരണത്തിൽ അവസാനിക്കുന്നില്ല, അപ്പോൾ എന്നിട്ട് കൊടുക്കാൻ പറ്റില്ല.
അതുകൊണ്ട് എറൗണ്ട് എന്നുള്ള പുതിയ വാക്കിന് നമ്മൾ ഡി ഇട്ട് കൊടുത്തു. ഇനി അടുത്ത സൗണ്ട് നോക്കി. അടുത്തത് സൗണ്ട് എന്നാണ്. സൗണ്ട് എങ്ങനെയാണ് അവസാനിക്കുന്നത്? എറൗണ്ട്. സൗണ്ട് രണ്ടും ഒരേ ഉച്ചാരണത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനും ഡി ഇട്ട് കൊടുത്തു. അടുത്തത് നോക്കി. സീൻ. അപ്പോൾ നമുക്ക് എറൗണ്ട് സൗണ്ട് ഉച്ചരിക്കുന്ന പോലെയല്ല, ത്രഷ് ബുഷ് ഉച്ചരിക്കുന്ന പോലെയല്ല, പുതിയൊരു വാക്കാണ്. അപ്പോൾ നമ്മളതിന് ഇ ഇട്ട് കൊടുത്തു. ഇനി അതിനോട് അടുത്ത മാച്ചായിട്ടുള്ള വാക്ക് നോക്കുക കേട്ടോ. ഗ്രീൻ. സീൻ, ഗ്രീൻ രണ്ടും ഈൻ എന്ന് പറഞ്ഞ വാക്കിലാണ് അവസാനിക്കുന്നത്. ആ ഒരു ഉച്ചാരണമാണ് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇ ഇട്ട് കൊടുത്തു. ഇതിലെ റൈമിങ് സ്കീം എന്ന് പറയുന്നത് മുകളിൽ എഴുതിയിട്ട് നോക്കുക. എ എ, ബി ബി, സി സി, ഡി ഡി, ഇ ഇ. ഇനി നിങ്ങളിപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഒരേ ഒരു ഓർഡറിൽ വന്ന കാരണം നമ്മൾ റൈമിങ് സ്കീം ഇങ്ങനെ എഴുതി വെച്ച്. ചിലപ്പോൾ എറൈസ്, കൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതിനോട് മാച്ചുള്ള ഒരു വാക്ക് ഡി കഴിഞ്ഞോ ഇ കഴിഞ്ഞോ ഉണ്ടാവും. അപ്പം നമ്മൾ ആ റൈമിങ് സ്കീമിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരും. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റൈമിങ് വേർഡ് നമ്മൾ എന്തായാലും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം. കാരണം റൈമിങ് വേർഡ് നമുക്ക് എപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള നമുക്ക് അത്യാവശ്യമായിട്ട് ഗ്രാമറിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലോഫ് അവേ കെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. അപ്പോൾ ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ജോൺ എന്ന് പറഞ്ഞ ആൾ ഒരു വയസ്സനായിട്ടുള്ള വൃദ്ധനാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഇരുന്നിട്ട്? ഓക്ക് എന്നൊരു ട്രീയുടെ താഴെ ഇരുന്നിട്ട്. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ ഇരുന്നിട്ട്. എമംഗ് ദ ഓൾഡ് ഫോക്ക് ആരുടെ കൂടെ, ആരുടെ ഇടയിലിരുന്നിട്ട്? ബാക്കി കുറച്ച് വൃദ്ധരുടെ ഉള്ളിലിരുന്നിട്ട്. ദേ ലോഫ് അറ്റ് അവർ പ്ലേ ആൻഡ് സൂൺ ദേ ഓൾ സേ. അപ്പോൾ പറയണം ഞങ്ങളുടെ കളി കണ്ടിട്ട്, ഞങ്ങൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ കളി കണ്ടിട്ട് ഇവരിങ്ങനെ ദൂരെ നിന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് ആൻഡ് സൂൺ ദേ ഓൾ സേ. എന്നിട്ട് പെട്ടെന്ന് അവർ പറയാണ് സച്ച് വർ ദ ജോയ്സ് വെൻ വി ഓൾ ഗേൾസ് ആൻഡ് ബോയ്സ്. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെയും ബാല്യകാലം, ഗേൾസും ബോയ്സൊക്കെ ആയിട്ട് കളിക്കണത്. ഇൻ അവർ യൂത്ത് ടൈം വെർ സീൻ ഓൺ ദ എക്കോയിങ് ഗ്രീൻ. ഇപ്പോൾ അവർ കളിക്കുമ്പോൾ അതിൽ പ്രതിഫലിക്കുന്നത്, അതിൽ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണത് എന്താ? ഇവരുടെ കുട്ടിക്കാലം, ഈ വയസ്സായ ആൾക്കാരുടെ കുട്ടിക്കാലമാണ് അവർ ആലോചിക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. ടിഡ് ദ ലിറ്റിൽ വൺസ് വെറി. വെറി എന്ന് പറയുമ്പോൾ ക്ഷീണിതനാവുക. നോ മോർ ക്യാൻ ബി മെറി ദ സൺ ഡസ് ഡിസെൻഡ് ആൻഡ് അവർ സ്പോർട്സ് ഹാവ് എൻ എൻഡ്. അപ്പോൾ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്ഷീണാവില്ലേ? അപ്പോൾ എന്താവും? നോ മോർ ക്യാൻ ബി മെറി. അപ്പോൾ ഒരുപാട് സന്തോഷമൊന്നും പിന്നെ ഉണ്ടാവില്ല, കാരണം ക്ഷീണമായിട്ടാണ് ഇരിക്കുന്നത്. ദ സൺ ഡസ് ഡിസെൻഡ്. സണ്ണ് അസ്തമിക്കാറായി, സൂര്യൻ അസ്തമിക്കാറായി. ആൻഡ് അവർ സ്പോർട്സ് ഹാവ് എൻ എൻഡ്. നമുക്കറിയാം വൈകുന്നേരമൊക്കെ ആയി നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് തിരിച്ചു പോകും ഇല്ലേ? അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായ അവരെന്താണ്? അവരുടെ സ്പോർട്സ് കളികളെല്ലാം കഴിഞ്ഞു. റൗണ്ട് ദ ലാപ്സ് ഓഫ് ദെയർ മദർ many sisters and brothers like birds in their nest are ready for rest. അപ്പോൾ എല്ലാവരും എന്താണ്? കുറേ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും എന്തു ചെയ്തു? അവരുടെ അമ്മയുടെ, ലാപ്സ് എന്ന് പറയുമ്പോൾ മടിത്തട്ട് എന്നാണ് അർത്ഥം. അമ്മയുടെ മടിത്തട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്നർത്ഥം. അവരെങ്ങനെയാണ് പോണ്? ലൈക്ക് ബേർഡ്സ് ഇൻ ദെയർ നെസ്റ്റ് ആർ റെഡി ഫോർ റെസ്റ്റ്. നമ്മൾക്കറിയാം വൈകുന്നേരമൊക്കെ ആയ ബേർഡ്സ് ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ കൂട്ടിലേക്ക് പോകും. അതുപോലെയാണ് കളി കഴിഞ്ഞിട്ട് ഓരോ കുട്ടികളും തൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. ആൻഡ് സ്പോർട്സ് നോ മോർ സീൻ ഓൺ ദ ഡാർക്കനിങ് ഗ്രീൻ. അപ്പോൾ ഇനി കളികളൊന്നും ഉണ്ടാവില്ല. ഈ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഈ പച്ചപ്പ് ഇരുട്ടിലേക്ക് മറയുകയാണ് അല്ലേ? നമുക്കറിയാം പകൽ ഇരുട്ടിലേക്ക് ആകുമ്പോൾ, രാത്രിയാകുമ്പോൾ എന്താ ചെയ്യുക? ഇരുളും ഇല്ലേ? വെളിച്ചമെല്ലാം പോയി ഇരുളും. അപ്പോൾ ആ ഒരു ഗ്രീൻ ഡാർക്കനിങ് ആകുമ്പോൾ, ഇരുട്ട് കയറുമ്പോൾ എന്താണ്? നമുക്കൊരു കളികളും ഇല്ല, തനിയെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങും. ഇവിടെ നമ്മൾ എന്തൊക്കെ കണ്ടു? ദ എക്കോയിങ് ഗ്രീൻ എന്നായിരുന്നു നമ്മുടെ പോയത്തിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ എന്താ? പച്ചപ്പ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ യൂത്ത്, ചെറുപ്പകാലത്തിനെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ചെറുപ്പകാലത്തിലെ കുട്ടികൾ കളിച്ചിരുന്ന കളികൾ, കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതുമാത്രമല്ല വസന്തകാലത്തിനെ വരവേൽക്കുന്നത് നമ്മൾ കണ്ടു. വസന്തകാലത്തിന് വരവേൽക്കുമ്പോൾ കിളികൾ എന്താ ചെയ്തത്? കിളികൾ ഉറക്കെ പാട്ടുപാടി ഇല്ലേ? ഈ പാട്ടുപാടിയോടൊപ്പം എന്താണ്? ഒരുപാട് കുട്ടികൾ സ്പോർട്സിൽ ഏർപ്പെട്ടിരുന്നു, കളികളിൽ ഏർപ്പെട്ടിരുന്നു സന്തോഷത്തോടെ. ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് വൃദ്ധരെ അവിടെ നോക്കിയിരുന്നിരുന്നു. ഈ കുട്ടികളുടെ കളികൾ കാണുമ്പോൾ അവരെന്താ ഓർത്ത്? അവരുടെ ബാല്യകാലം, അവരും ഇങ്ങനെ കളിച്ചിരുന്ന കാലങ്ങൾ അവർ ആലോചിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് വയസ്സായി. അപ്പോൾ ഗ്രീൻ എന്ന കളർ യൂത്തിനെ, കുട്ടിക്കാലത്തെ, ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഡാർക്കനിങ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്, നൈറ്റിലേക്ക്, ഇരുട്ടിലേക്ക് മറയുകയാണ്. അപ്പോൾ ആ ഒരു ഇരുളിനെ എന്താണ്? വയസ്സുകാലം, വൃദ്ധരുടെ കാലമായിട്ടും പറയുന്നുണ്ട്. ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് നോക്കാം.
ഫസ്റ്റത്തെ ആക്ടിവിറ്റി, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ദ എക്കോയിങ് ഗ്രീൻ സജസ്റ്റ്? എക്കോയിങ് ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ്, പിന്നെ ആ പോയത്തിലും വരുന്നുണ്ട്. അത് എന്തിനെയാണ് സജസ്റ്റ് ചെയ്യണത്, എന്തിനെയാണ് നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിക്കുന്നത്, പറയുന്നത് എന്നൊക്കെ അർത്ഥം. നമുക്ക് നോക്കാം. എക്കോയിങ് എന്ന് പറഞ്ഞാൽ, എക്കോയിങ് മീൻസ് ബ്രിങ്ങിങ് ബാക്ക് ദ കളർഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഓഫ് ദ ഓൾഡ് പീപ്പിൾ. വൃദ്ധരായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ബാല്യകാലത്തിലെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അതിനെയാണ് എക്കോയിങ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്രീൻ മീൻസ് യങ് ഏജ് ആൻഡ് ദ ഹാപ്പിനെസ് ദേ ഫീൽ. ഗ്രീൻ മീൻസ് പച്ചേനെ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയാണ് അല്ലേ. ആ പ്രകൃതിയെ സൂചിപ്പിക്കുന്നത് എന്താ? യങ് ഏജ്, അധികം പ്രായമാവാത്ത ഒരു ഏജ്, ബാല്യകാലം അഥവാ നമ്മുടെ സന്തോഷം. ഇനി ഈസ് ഓൾഡ് ജോൺ ഹാപ്പി? പിക്ക് ഔട്ട് ദ ലൈൻ ടു സപ്പോർട്ട് യുവർ ആൻസർ. അവിടെ നമുക്കൊരു ജോൺ എന്ന് പറഞ്ഞൊരു വൃദ്ധനെ നമ്മൾ പരിചയപ്പെടുത്തും ഇല്ലേ. ഒരു വൈറ്റ് ഹെയർ ഒക്കെ ഉള്ള ഓൾഡ് ജോൺ എന്ന് നമ്മൾ ആ ലൈനിൽ പറഞ്ഞു. ആൾ ശരിക്കും ഹാപ്പി ആയിരുന്നോ? ആ ഹാപ്പി ആണെന്ന് കാണിക്കാനുള്ള ഒരു ലൈൻ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. യെസ്, ഹീ ഈസ് ഹാപ്പി. അതെ, അദ്ദേഹം ഹാപ്പി ആയിരുന്നു, സന്തോഷവാനായിരുന്നു. ഡസ് ലോഫ് എവേ വിത്ത് കെയർ. പോയത്തിലെ ഒരു ലൈനാണത്. കൺവേ ദാറ്റ് ഹീ ഈസ് ഹാപ്പി. അതാണ് അദ്ദേഹം ഹാപ്പി ആയിരുന്നു, സന്തോഷവാനായിരുന്നു എന്ന് അറിയിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ആർ ദ ലിറ്റിൽ വൺസ് നോ മോർ മെറി? മെറി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. അപ്പം നോ മോർ മെറി, അധികം സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല ആ ലിറ്റിൽ വൺസ്, ആ ചെറിയ കുട്ടികൾക്ക്. എന്തുകൊണ്ടാണ്? ദേ ആർ വിയറി ഓഫ് പ്ലേയിങ്, സോ ദർ ഈസ് നോ മോർ മെറി. അവർക്ക് വിയറി എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷീണം. അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കളിച്ചിട്ട്, അതുകൊണ്ട് അവർക്ക് എന്താണ് അധികം സന്തോഷവും ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എഫക്റ്റ് ഡസ് ദ ഡിസെൻഡിങ് സൺ ഹാവ് ഓൺ സ്പോർട്സ്? ഡിസെൻഡിങ് സൺ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്ന ആ ഒരു സൂര്യന് എന്ത് എഫക്റ്റാണ് സ്പോർട്സ് കളികളിൽ കൊടുക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്നതും കുട്ടികൾ കളിക്കുന്നതുമായിട്ടുള്ള ബന്ധം. ചിൽഡ്രൻ സ്റ്റോപ്പ് പ്ലേയിങ് വെൻ ദ സൺ ഡിസെൻഡ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ കുട്ടികൾ കളി നിർത്തും, നമുക്കറിയാം. പിന്നെ രാത്രിയാവില്ലേ, അപ്പോൾ ഇരുളിലേക്ക് മറയുമ്പോൾ എന്തായാലും കുട്ടികൾ കളി നിർത്തി വീട്ടിലേക്ക് മടങ്ങും. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡു ദ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് റെസ്റ്റ്? The sisters and brothers take rest round the lap of their mother. ഓഫ് ആണ്, പീന്ന് തെറ്റി എഴുതിയതാണ്, ഓഫ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ സിസ്റ്റേഴ്സും ബ്രദേഴ്സും, ആ കുട്ടികൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എന്ത് ചെയ്തു? അവർ എവിടെ റെസ്റ്റ് ചെയ്ത്? ലാപ്പ് ഓഫ് ദെയർ മദർ, അമ്മയുടെ മടിത്തട്ടിലാണ്. അടുത്തത്, വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ ദ ഡാർക്കനിങ് ഗ്രീൻ? പച്ചപ്പ് ഇരുളുമാണ്, അതിനെക്കൊണ്ട് എന്താണ് ആ സ്പീക്കർ, ആ കവിത എഴുതിയ എഴുത്തുകാരൻ ഉദ്ദേശിച്ചത്? ദ ഡാർക്കനിങ് ഗ്രീൻ മീൻസ് എൻട്രി ഓഫ് നൈറ്റ്. അവിടെ പറയുന്നുണ്ട് പച്ചപ്പ് ഇരുളാണ്, ഇരുട്ട് കയറാണ്. അപ്പോൾ എന്താണ്? ഇരുട്ട്, രാത്രി വരികയാണ്. ആൻഡ് ഇറ്റ് ആൽസോ കൺവേ ദാറ്റ് ഓൾഡ് മെൻസ് പാസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി. അത് മാത്രമല്ല, ഈ ഒരു ഡാർക്കനിങ് ഗ്രീൻ കൂടെ അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൃദ്ധരുടെ പഴയ ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ കൂടിയാണ്. നൗ ദീ ബിക്കേം ഓൾഡ്. ഇപ്പോൾ അവരെന്ത് ചെയ്തു? വയസ്സായി. ലൈക്ക് വൈസ് ഗ്രീൻ ബിക്കം ഡാർക്കൻഡ്. അവർ വയസ്സായ പോലെ നന്നായിട്ട് പച്ചയായിട്ട് നടന്നിരുന്ന ആ ഒരു പ്രകൃതി എന്തായി മാറി? ഡാർക്കായിട്ട് മാറി, ഇരുട്ടിലേക്ക് കയറി. ചിൽഡ്രൻ സ്റ്റോപ്പ് പ്ലേയിങ് വെൻ ദ സൺ ഡിസെൻഡ്. അതുമാത്രമല്ല, സൂര്യൻ അസ്തമിച്ചപ്പോൾ കുട്ടികൾ കളി നിർത്തി. അടുത്ത് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം ദ എക്കോയിങ് ഗ്രീൻസ്. ഈ ലൈൻസ് നിങ്ങളോട് വായിക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും അത് വായിക്കാം കേട്ടോ. ഇനി അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നമുക്ക് നോക്കാം. ഇൻ ലൈൻ 6 ദ സൗണ്ട് ഓഫ് ദ ലെറ്റർ ബി ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ 6ാമത്തെ ലൈൻ നോക്കിയേ, അവിടെ ബി എന്ന് പറഞ്ഞ ലെറ്റർ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത് ഉണ്ടല്ലോ. ദ ബേർഡ്സ് ഓഫ് ദ ബുഷ്, ബേർഡ്സ് ഓഫ് ദ ബുഷ്, ബി അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നില്ലേ? ഇനി ഇൻ ലൈൻ 9, ഇനി 9ാമത്തെ ലൈൻ നോക്കുക. ദ സൗണ്ട് ഓഫ് ദ ലെറ്റർ എസ് ഈസ് റിപ്പീറ്റഡ്. ഇനി എസ് എന്ന് പറഞ്ഞ ലെറ്റർ 9ാമത്തെ ലൈനിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നോക്കാം. വൈൽ അവർ സ്പോർട്സ് ഷാൽ ബീൻ സീൻ. അവിടെ സ്പോർട്ട്, സീൻ എന്ന് പറയുമ്പോഴൊക്കെ അവിടെ ഉച്ചരിക്കുന്നുണ്ട്. ഷാൾ വരില്ല കേട്ടോ. ഷാൾ എന്ന് പറയുമ്പോൾ SH, ഷാ ആണ് വരുന്നത്. അത് നമ്മൾ നോക്കുന്നില്ല, എസ് ആണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ്, സീൻ, അത് രണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നില്ല. ഇനി സച്ച് എ റിപ്പീറ്റർ ഈസ് ടേംഡ് അലിട്രേഷൻ. ഇതുപോലെയുള്ള റിപ്പീറ്റേഷനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ആ ബോക്സ് നോക്കുക. ദ യൂസ് ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ബിഗിനിങ് ഓഫ് അഡ്ജസൻറ്റ് ഓർ ക്ലോസ്ലി കണക്റ്റഡ് വേർഡ്സ്. ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സിനെ നമ്മൾ പറയുന്നതാണ് അലിട്രേഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നൗ ഐഡൻറ്റിഫൈ ദ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഇൻ ദ ലൈൻ ഗിവൻ ബിലോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇനി 4 വരി വായിച്ചിട്ട് അതിലെ അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ്, റിപ്പീറ്റ് ചെയ്യുന്ന ഉച്ചാരണങ്ങൾ വരുന്ന, പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സ് വരുന്ന ലൈൻസ് ഏതാണോ അതെടുത്ത് എഴുതാനാണ് പറയുന്നത്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ സെയിം സൗണ്ട്സ് വരിക, അതിനാണ് കേട്ടോ.
ഇവിടെ നമുക്ക് ആ ലൈൻ വായിക്കുമ്പോൾ അറിയാം, ദ സ്വിമ്മേഴ്സ് സ്വാം ആൻഡ് സെർച്ച് ദ സീ. ഇതിലെല്ലാം എസ് എന്ന് പറഞ്ഞ് ഉച്ചരിക്കുക. അപ്പോൾ അതൊന്നാമത്തത്. രണ്ടാമത്തത് ഏതാ? സ്ക്രീമിങ്, സ്പ്ലാഷിങ് ആൻഡ് സ്കിപ്പിംഗ് ടു ദ ലാൻഡ്. ഇവിടെ എന്താണ്? എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉച്ചാരണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ, അതാണ് അവിടുത്തെ എല്ലിട്രേഷൻ. വേറെ ഒരു 2 ലൈനിലും അത് ആവർത്തിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം ദ എക്കോയിങ് ഗ്രീൻ. അപ്പോൾ ആ ഒരു വരികൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ ഡസ് ലോഫ് അവേ കെയർ. ഹെയർ കെയർ എന്നുള്ള 2 വേർഡ് ഒന്നുകൂടി ഡാർക്കൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൽ വരുന്ന ഒരു ഫോളോയിങ് ഉള്ള വേർഡ്സിൻ്റെ പ്രത്യേകത? നമുക്ക് ആ ലൈൻസ് ശ്രദ്ധിച്ചറിയാൻ പറ്റും. സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് എമംഗ് ദ ഓൾഡ് ഫോക്ക്. ഓക്ക്, ഫോക്ക് രണ്ടും ഉച്ചരിക്കുന്നത് ഒരുപോലെയല്ലേ? അടുത്ത ലൈൻസ് നോക്കാം. ദേ ലോഫ് അറ്റ് അവർ പ്ലേ ആൻഡ് സൂൺ ദേ ഓൾ സേ. പ്ലേ, സേ. ഓക്കെ, അടുത്ത് നോക്കിയേ. such were the joys when we all girls and boys. joys, boys. അടുത്ത ലൈൻസ് നോക്കാം. in our youth time were seen on the echoing green. seen, green. അപ്പോൾ ഈ വേർഡ്സിൻ്റെ പ്രത്യേകതയൊക്കെ എന്തായിരിക്കും? ആ വേർഡ്സ് ഒന്ന് എടുത്ത് എഴുതിയിട്ട് നോക്കിയേ. ഹെയർ, കെയർ. ഓക്ക്, ഫോക്ക്. പ്ലേ, സേ. ജോയ്സ്, ബോയ്സ്. സീൻ, ഗ്രീൻ. ഇതിനെയാണ് ഇങ്ങനത്തെ വേർഡ്സിനെ, ഒരേ ഉച്ചാരണത്തിൽ വരുന്ന വേർഡ്സിനെ നമ്മൾ പറയുന്നതാണ് റൈമിംഗ് വേർഡ്സ്. നമ്മൾ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, റൈമിംഗ് സ്കീം എഴുതുമ്പോൾ ABCDEF അങ്ങനെ കുറച്ച് ലെറ്റേഴ്സ്, ആൽഫബറ്റ്സ് ലെറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നോക്കി. ആദ്യം ഹെയർ നോക്കി. ആ ഹെയർ എന്നുള്ള വേർഡിന് നമ്മൾ A കൊടുത്തു. ഹെയർ അതുപോലെ അവസാനിക്കുന്ന ഏതെങ്കിലും വേർഡ് ഉണ്ടോ നോക്കി. കെയർ അതുപോലെ തന്നെയല്ല ആ ഒരു എൻഡിങ്. ഹെയർ, കെയർ. അപ്പോൾ നമ്മൾ അതിനും എന്ത് കൊടുത്തു? A എന്ന് കൊടുത്തു. ഇനി അടുത്തത് എടുക്കുക. ഓക്ക്. ഓക്ക്, ഹെയർ, കെയർ എന്ന് പോലെ അതുപോലെയല്ലല്ലോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത്. എൻഡിങ് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെ B എന്ന് കൊടുത്തു. A എന്ന് കൊടുക്കാൻ പറ്റില്ല, B എന്ന് കൊടുത്തു. ഇനി അടുത്ത ലെറ്റർ എടുത്തു. അടുത്തത് ഫോക്ക്. ഫോക്കും എങ്ങനെയാണ് എൻഡിങ്? ഹെയർ, കെയർ എന്ന് പറഞ്ഞ പോലെയല്ലല്ലോ, അതുകൊണ്ട് A കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഓക്ക് എന്നുള്ള പോലെ എൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഓക്ക്, ഫോക്ക്. അപ്പോൾ നമ്മൾ ഓക്കിന് ഏതാ കൊടുത്ത്? B അല്ല കൊടുത്ത്. അതുകൊണ്ട് ഫോക്കിനും B കൊടുത്തു. അടുത്തെടുത്തു പ്ലേ. പ്ലേക്ക് നമ്മൾ നോക്കുക. പ്ലേ എന്ന് പറയുമ്പോൾ എൻഡിങ് എങ്ങനെ വരുന്നത്? LAY അങ്ങനെയാണ് ഒരു എൻഡിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ, കെയർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എഴുതാൻ പറ്റുമോ? അതുകൊണ്ട് A കൊടുക്കാൻ പറ്റില്ല. ഓക്ക്, ഫോക്ക് എന്ന് പറഞ്ഞ എൻഡിങ് അല്ല വരുന്നത്, B. അതുകൊണ്ട് നമുക്ക് B കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലേക്ക് നമ്മൾ പുതിയൊരു ലെറ്റർ കൊടുത്തു, C. ഇനി അടുത്ത ലെറ്റർ നോക്കി, സേ. സേ എങ്ങനെ എൻഡ് ചെയ്യാൻ നോക്കി. ഹെയർ, കെയർ പോലെയാണോ? അല്ല. ഓക്ക്, ഫോക്ക് പോലെയാണോ? അല്ല. പക്ഷേ പ്ലേ പോലെയല്ലേ? പ്ലേ, സേ. അവരുടെ എൻഡിങ്ങും സെയിം ആണ്. അപ്പോൾ നമ്മൾ പ്ലേക്ക് കൊടുത്ത C തന്നെ സേക്ക് കൊടുത്തു. ഇനി അടുത്തതെടുത്തു ജോയ്സ്. ജോയ്സിന് നമുക്ക് ഹെയർ, ഓക്ക്, പ്ലേ, സേ അതിനൊക്കെ കൊടുത്ത പോലെ ABC കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരുടെ എൻഡിങ് അതുപോലെയല്ല. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ലെറ്റർ കൊടുത്തു, D. ഇനി അടുത്തത് നോക്കി ബോയ്സ്. ബോയ്സിൻ്റെ എൻഡിങ് നോക്കുക. ABC വരെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ജോയ്സിൻ്റെ പോലെയാണ് ബോയ്സ്. എൻഡിങ് നോക്കിയേ. അപ്പോൾ നമ്മൾ D കൊടുത്തു. അടുത്തത് സീൻ എന്ന് പറഞ്ഞ വേർഡ് എടുത്തു. സീൻ എന്ന് പറഞ്ഞ വേർഡ് ABCD നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അറിയാലോ എന്താ കാരണം എന്ന്. എൻഡിങ് നോക്കുക, ഉച്ചാരണം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത് സീനിന് നമ്മൾ എന്ത് കൊടുത്തു? E കൊടുത്തു. ഗ്രീൻ, സീൻ, E, ഗ്രീൻ. എൻഡിങ് സെയിം അല്ലേ, അതുകൊണ്ട് അതിനും E കൊടുത്തു. ഇങ്ങനെ AABBCCDDEE അതിനെ മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു ലൈനിൽ കിട്ടിയില്ലേ, അതിൻ്റെ ഒരു സ്കീം പോലെ. ആ ഒരു ലൈനിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് റൈമിംഗ് സ്കീം. ഇത് റൈമിംഗ് സ്കീമാണ് കേട്ടോ. നമ്മുടെ വേർഡ്സാണ് അപ്പുറത്ത്. റൈമിംഗ് വേർഡ്സാണ് ഹെയർ, കെയർ, ഓക്ക്, ഫോക്ക് എന്ന് പറയുന്നതൊക്കെ. റൈമിംഗ് സ്കീം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ എഴുതണം. മാച്ചായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്കീം നമ്മൾ എഴുതി വയ്ക്കണം. നിങ്ങൾക്ക് ഈ റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി ആ ഒരു ക്വസ്റ്റ്യൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ റൈമിംഗ് സ്കീമാണ് നമ്മൾ നോക്കിയത്. റൈമിംഗ് സ്കീമല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ 2 വേർഡ്സ് ഹെയർ ആൻഡ് കെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്, ദേ ആർ റൈമിംഗ് വേർഡ്. ഹെയർ, കെയർ രണ്ടും ഒരേ സൗണ്ടിലല്ലേ അവസാനിക്കുന്നത്, അതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഐഡൻറ്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ആൻഡ് സർക്കിൾ ദം. ഈ ഒരു പോയത്തിൽ ഇത്രയും ലൈൻസിൽ അതർ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ ഓക്ക്, ഫോക്ക്, പ്ലേ, സേ, ജോയ്സ്, ബോയ്സ്, സീൻ, ഗ്രീൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. ആൻ ഓൾഡ് മാൻ വിത്ത് വൈറ്റ് ഹെയർ സിറ്റിംഗ് അണ്ടർ ദ ഓക്ക് ട്രീ. ഓക്ക് ട്രീയുടെ താഴെ
നരച്ച മുടിയുള്ള ഒരു വൃദ്ധൻ ഇരിക്കുന്നുണ്ട്. യങ് ഗേൾസ് ആൻഡ് ബോയ്സ് ആർ പ്ലേ എക്സിട്ര. ചെറിയ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അവിടെ കളിക്കുന്നുണ്ട്. ആർ ദ വിഷ്വൽ ഇമേജസ് ദാറ്റ് കം ടു അവർ മൈൻഡ് വെൻ വി റീഡ് ദ സെക്കൻഡ് സ്റ്റാൻസ് ഓഫ് ദ പോയം. രണ്ടാമത്തെ സ്റ്റാൻസ് ആ പോയത്തിലെ വായിക്കുമ്പോൾ നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ ഇവർ പറയുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന ഇമേജസ്, ഓഡിറ്ററി ഇമേജസ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നത്, അതുപോലെ കുറച്ച് കൺവേർഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിത് നോക്കാം. നൗ ഫൈൻഡ് ഔട്ട് ദ വിഷ്വൽ ഇമേജ് ഇൻ ദ ഫോളോയിങ് റൈറ്റ് ദം ബിലോ. ഇനി അവർ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ആലോചിക്കാൻ പറ്റുന്ന ആ കുറച്ച് കാഴ്ചകൾ എന്താണോ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ദ റൈസിങ് സൺ. നമുക്ക് അത് ഒരു ലൈൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് എന്താ? ദ സ്കൈ ലാർക്ക്, ദ ത്രഷ്, വാനമ്പാടി, പിന്നെ അതുപോലത്തെ ഒരു പക്ഷി തന്നെയാണ് ത്രഷ് എന്ന് നമ്മൾ പറഞ്ഞു. ഗ്രീനറി, പച്ചപ്പ്, നമുക്ക് ഈ ലൈൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. സ്പോർട്സ്, കുട്ടികൾ ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ലൈൻസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഇടാം കേട്ടോ. ഇതിൻ്റെ പോസ്റ്റ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എത്രയും ഫാസ്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഡിലേ ആവുന്നുള്ളൂ കേട്ടോ. താങ്ക്